ഞങ്ങളുടെ ഈ യാത്രക്കിടയിൽ ഒരു 1 ഡേ കൃഷ്ണഗിരിയിൽ സ്റ്റേ അടിക്കേണ്ടി വന്നു. ഞാൻ ഇതിനു മുൻപ് കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്തൊരു സ്ഥലം. വളരെ പീസ്ഫുള്ളായി കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലം. ഇവിടുത്തെ ക്ലൈമറ്റാണ് കേട്ടോ എടുത്തു പറയാനുള്ളത്. അധികമായിട്ട് ചൂടുമില്ല, അധികമായിട്ടുള്ള തണുപ്പുമില്ല. നല്ല ചെറിയ കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷം. പിന്നെതാ തമിഴ്നാട്ടിലെ കാര്യം പറയണ്ടല്ലോ, ഈ വാനരന്മാരായിരിക്കും എപ്പോഴും. ആശിച്ച് മോഹിച്ച് മേടിച്ച് തണ്ണിമത്തൻ ദാ ഇവനൊരുത്തം കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കുറച്ച് നടന്ന് കണ്ടു. ഇത് കൃഷ്ണഗിരി ഡാമിനോട് ചേർന്ന ചെറിയൊരു ഗാർഡനും കൂടിയാണ് കേട്ടോ. ഭയങ്കര പീസ്ഫുള്ളാണ് ഇതിനകത്തിരിക്കാൻ. ഒരു ചെറിയ ഗാർഡൻ ആയിരിക്കും ഇതെന്ന് വിചാരിച്ച എനിക്കാണ് കേട്ടോ തെറ്റിയത്. അകത്ത് കയറിയപ്പോൾ ഒത്തിരി സ്ഥലത്ത് ഇതുപോലെ പീസ്ഫുൾ ആൻഡ് കാം ആൻഡ് ക്വയറ്റായിട്ട് നമുക്കിരിക്കണം എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. കുട്ടികളെ കൂട്ടിയിട്ടുള്ള യാത്രയായതുകൊണ്ട് തന്നെ വിചാരിക്കാത്ത സ്ഥലത്ത് വിചാരിക്കാത്ത സമയത്തെല്ലാം ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ വരുമ്പോൾ ആ സ്ഥലത്തെക്കുറിച്ചോ ആ സ്ഥലത്ത് എന്തെങ്കിലും കാഴ്ചകളുണ്ടോ എന്ന് പോലും നോക്കാനായിട്ട് നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ താമസിച്ച സ്ഥലത്തിൻ്റെ ഓണറാണ് കേട്ടോ പറഞ്ഞത്, ഇവിടെ കൃഷ്ണഗിരി ഡാമും അതിനോട് ചേർന്ന് ഒരു ഗാർഡനൊക്കെ ഉണ്ട്, ചിൽഡ്രൻസ് പാർക്കുണ്ട്, അവിടെ പോകാവുന്നതേ ഉള്ളൂ എന്ന്. അങ്ങനെ ഒന്നും നോക്കാതെ ഇറങ്ങിയതാണ്. സത്യം പറഞ്ഞാൽ ഒരു 3 മണിക്കൂർ വളരെ എൻജോയ്മെൻറ്റിൽ ഞങ്ങൾക്ക് കിട്ടി. ചിൽഡ്രൻസ് പാർക്ക് കൂടെ ഉണ്ട് എന്ന് കേട്ടപ്പോൾ എൻ്റെ കൂടെയുള്ള ജൂനിയറും സീനിയറിനും അവിടെ പോയേ പറ്റുള്ളൂ. അവിടെ ചെന്നപ്പോഴാണ് ബോട്ടിങ്ങിനും കൂടെ അവസരമുണ്ടെന്ന് അറിയുന്നത്. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, നമ്മളൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സ്ഥലത്ത് സ്റ്റേ ആക്കാനും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സന്തോഷങ്ങളും ഓർമ്മകളും നമുക്കതിലൂടെ കിട്ടുക എന്ന് പറയുന്നതും ഒരു നല്ല കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ നിറഞ്ഞ മനസ്സോടെ ഞങ്ങൾ പിന്നെയും യാത്ര തുടർന്നു.